ഈ ഒരു അനോയിങ് ക്യാരക്ടർ അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു സ്വഭാവമുള്ള ആരാണ്? ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ തോന്നിട്ടു ഞാനല്ലേന്ന് അങ്ങനെ ശല്യപ്പെടുത്തില്ല. അല്ല, നമ്മുടെ ഒരു സ്നേഹം കൊണ്ടുള്ള അത് ഞാനായിരിക്കും. ദേഷ്യം കാണാൻ വേണ്ടിട്ട് ഞാനാ എബിയുടെ വിചാരം, എബി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാത്രമേ കോൺസെൻട്രേഷൻ ഉള്ളൂ. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരേ സമയം നമ്മൾ മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഇത് ചെയ്തോണ്ട് തന്നെ എന്തെങ്കിലും വിശേഷം ചോദിക്കും. പക്ഷെ എബി ഇത് ചെയ്തോണ്ടിരിക്കുന്ന സമയം ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനെ പറ്റി ചിന്തയില്ല. അപ്പൊ പോയിട്ട് എന്താണെന്നുള്ള സാധനം ഇടയ്ക്ക് വരാറുണ്ട്. നമ്മള് വണ്ടിയൊക്കെ എങ്ങനെ ചെയ്യുന്നത്? ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ഓടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇവിടെ നിന്നൊക്കെ ഞാൻ പറയണ കഥ കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയണം. ഞാൻ വലിയ കാര്യത്തിൽ അന്നത്തെ 2 ദിവസം മുന്നുള്ള ലൊക്കേഷനിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഇയാൾ ഇങ്ങനെ ചെയ്തപ്പോ ഇയാൾ ഇങ്ങനെ ചോക്കി ചിരിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ബേബി നോക്കി വണ്ടി ഓടിക്കുമായിരിക്കും. ഞാൻ ആ ഫ്രണ്ടിൽ പോകുന്ന ടാങ്കർ ലോറി എങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണത്. അപ്പൊ ഞാൻ പറയും എന്നോട് ചോദിക്കണ്ട, ഞാൻ വീടെത്തിയിട്ട് കഥ പറയുമല്ലോ. അന്ന് ഇയാൾക്ക് കഥ കേൾക്കുകയും ചെയ്യണം, റെസ്പോൺസും ഇല്ല. ചില സമയത്ത് പെട്ടെന്ന് ഡിസ്കണക്ട് ആയി പോകും. എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഈ ഇത്തിരി വീതി പറഞ്ഞ വഴി കൂടെ ഒന്ന് ഓവർടേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ടാസ്ക് അല്ല നമ്മൾ വണ്ടി ഓടിക്കുന്നവർക്ക്. അപ്പൊ അതിനകത്തോട്ട് ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും എന്താ പറഞ്ഞു എന്നുള്ളൊരു ഇത് വരും. അന്നേരം ആയിരിക്കും ഇങ്ങനെ. പക്ഷെ വണ്ടി ഓടിക്കൽ സ്കിൽ അത് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് അതിന്റെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഗ്രേസും ഭയങ്കര ഡ്രൈവറാ, ഞാനെ പഠിപ്പിച്ചതുകൊണ്ട്. വളർത്തിയെടുത്ത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരുമിച്ച് വളർന്ന ഫീൽ ചെയ്യുന്നു. കുശവന്റെ കയ്യിലെ കളിമണ്ണ്